Okay, welcome. In this video, we will discuss the potential difference due to a source charge. Potential difference due to a source charge. So, what is a source charge? Capital Q is a charge from which fatal lines are originating. So, it is termed as a source charge. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്, പോസിറ്റീവാണ്. ഇതിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് പോകുന്ന ആ ഒരു റീജിയണിൽ രണ്ട് പോയിൻ്റ് അസ്യൂം ചെയ്യുന്നു, എ ആൻഡ് ബി. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സ്. ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണും. സോ ഇതിൽ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസ് എല്ലാം എയിലും ബിയിലും എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊരു സോഴ്സ് ചാർജ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും ആദ്യത്തെ ചാർജിൽ നിന്ന് RA ഡിസ്റ്റൻസ് എപ്പാർട്ടാണ്. ഈ ചാർജിൽ നിന്ന് ഈ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് RB ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും, ദീസ് ടു പോയിൻറ്റ്സ് ആർ അറ്റ് ഡിസ്റ്റൻസസ് RA ആൻഡ് RB ഫ്രം ദി സോഴ്സ് ചാർജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയിൽ നിന്ന് ഒരു ചാർജ് എയിലെത്തുമ്പോഴുണ്ടാകുന്ന ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലാണ് അറിയേണ്ടത്. സോ ഇവിടെ ഫീൽഡ് ലൈൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടാണ് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഈസ് വേരിയിങ് ഫ്രം എ ടു ബി ഓർ ബി ടു എ. ഇങ്ങോട്ട് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അല്ല, വേരിയിങ് ഫോഴ്സാണ്, കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഗോ ഫോർ കാൽക്കുലസ്, ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്തുന്നതിന്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം, വർക്ക് ഡൺ വെച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലേക്കായിട്ട് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ഒരു ജനറൽ പോയിൻ്റ് എടുക്കുന്നു. എക്കും ബിക്കും ഇടയിലായിട്ട് ഒരു ജനറൽ പോയിൻ്റ് എടുക്കാം, ഒരു കോമൺ പോയിൻ്റ് എടുക്കുന്നു. സോ ആ പോയിൻ്റ് ഇതാണെന്ന് സങ്കല്പിക്കുക. ഈ പോയിൻ്റ് ലെറ്റ് ഇറ്റ് ബി പി, ജനറൽ പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പോയിൻ്റ് ഇറ്റ് ഈസ് എ വെരി സ്മോൾ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് dx എന്നെടുക്കാം. dx എന്ന് പറഞ്ഞ ലെങ്ത്തിലുള്ളതാണ്. നമുക്ക് വളരെ ചെറിയ ഒരു എലമെൻറ്റാണിത്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിരിക്കുന്നതിൻ്റെ കാരണം, ഐ അസ്യൂം ദാറ്റ് ദി ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ദി ഡിസ്റ്റൻസ് dx. അതായത് dx എന്ന് പറഞ്ഞ ഈ ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. കാരണം ഇതിൻ്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ ടു 0 ആണ്. ഈ ഒരു ചെറിയ സ്മാൾ എലമെൻറ്റ് ലിമിറ്റഡ് ടു 0 ആണ്. ഓക്കെ, ലിമിറ്റഡ് ടു 0 ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സും കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു വെൻ വി ടേക്ക് എ ചാർജ് ഫ്രം ത്രൂ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിച്ചാൽ ഫോഴ്സ് ഈസ് അസ്യൂംഡ് ടു ബി 0 ബിക്കോസ് ദി ഡിസ്റ്റൻസ് ഈസ് ലിമിറ്റഡ് ടു, ദി ലിമിറ്റിംഗ് കണ്ടീഷൻ ഈസ് ടു, നിങ്ങൾ ലിമിറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്രോക്സിമേറ്റഡ് ടു 0 ആണ്. dx അപ്രോച്ചിങ് ടു 0 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ് ഡ്യൂ ടു ദിസ് ക്യൂ? അതാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. സോ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 into q/x². What is x? It is the distance from this point from the charge capital Q.
ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ്, ഈ സോഴ്സ് ചാർജിൽ നിന്ന് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസാണ്. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദിസ് ചാർജ്. ഡ്യൂ ടു പോയിന്റ് ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സെയിം റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾക്കറിയേണ്ടത് വാട്ട് ഈസ് ദി ഫോഴ്സ് ദയർ. ഫോഴ്സ് ഈക്വൽ ടു if a test charge is taking from this point to along this point, then F is equal to QE. That is a force experienced by a test charge when it is moved through this distance. So F is equal to QE. So that is equal to Q into ഈ റിലേഷൻ കൊടുക്കണം അല്ലേ, Q into 1/4πε0 into Q by x square. Okay, now what is the work done in moving the charge small q? Let it be a test charge. Then what is the work done in moving the small q through the displacement dx? Work done is equal to W, a small work done, taking a small work done because the displacement is very small. dW is equal to നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ എഫ് ഡോട്ട് ഡി എക്സ് അല്ലേ. ഈ റിലേഷൻ എഴുതുമ്പോൾ ഇപ്പോഴും എഫ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ എഫ് കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. സോ dW is equal to what is F? ക്യൂവും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡോട്ട് ഡി എക്സിനെ നമുക്കൊന്ന് മാറ്റാം. ഇതിനെ നമുക്ക് എഫ് ഡി എക്സ് കോസ് 180 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് 180 എന്ന് വന്നത്? ബിക്കോസ് ദി ഫോഴ്സ് ഈസ് ആക്ടിങ് in this direction and the displacement is along the opposite direction. So the angle between this is 180. So that is equal to f dx into -1 അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മൈനസ് എഫ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ദി റിലേഷൻ ബിക്കംസ് എഫ് ഡി എക്സ് മതി. സോ അതുകൊണ്ട് ദിസ് ഈസ് എഫ് and then dx, there is a minus sign. ഇത്രയും പിടികിട്ടിയല്ലോ, മൈനസ് സൈൻ. ദിസ് ഈസ് എ വർക്ക് ഡൺ ഫോർ എ സ്മാൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് ഇറ്റ് ഫ്രം ബി ടു എ. സോ വാട്ട് ഈസ് ദി ടോട്ടൽ വർക്ക്? ടോട്ടൽ വർക്ക് ഡൺ ഫ്രം ബി ടു എ അല്ലേ. So total work done W from B to A. നമ്മൾ സാധാരണ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു എ ഫ്രം ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ W ടോട്ടൽ വർക്ക് ഡൺ ആകുമ്പോഴത്തേക്ക് യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ്. സോ ഇൻ്റഗ്രൽ, ഇപ്പോൾ മൈനസ് സൈൻ ഇഞ്ഞ് പുറത്തെടുക്കാം, ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റുകൾ ഇഞ്ഞ് വെളിയിലെടുക്കാം. 1/4πε0 Q into Q taken outside and integral എവിടെ മുതൽ എവിടം വരെയാണ്? ബി ടു എ ആണ്. ബി ടു എ. സോ ബി ടു എ. പിന്നെ ഉള്ളത് എന്താണ് നമുക്ക്? 1/x² dx. സോ 1/x² dx x raised to -2 dx എന്ന് വിളിക്കാം. x raised to -2 dx. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Q by 4πε0 into, see what is the integral? x raised to -2 dx. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, x raised to -2 plus 1 by -2 plus 1. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ, ഡിസ്റ്റൻസാണ് ഇവിടെ കൊടുക്കേണ്ടത്. സി ഫ്രം ബി ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് മുതൽ ഏത് ഡിസ്റ്റൻസ് വരെ എന്നാണ്, പോയിൻ്റ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ബിക്കോസ് ഹിയർ ദി വേരിയബിൾ ഈസ് ഡിസ്റ്റൻസ് dx. So you have to substitute RB and here RA. RB RA എന്ന് കൊടുക്കും. So distance is R B to
RA. So what is RB? From the source charge to this point. What is RA? From the source charge to this point. So this is the total work done, and you have to solve this. So WAB is equal to yes, this is x raised to minus 1 by minus 1. ഓക്കെ, ആ മൈനസ് വണ്ണും ഈ മൈനസ് വണ്ണും കൂടെ ചേരുമ്പോൾ പ്ലസ് ആവും. ബാക്കി എക്സ് റൈസ് ടു മൈനസ് വൺ. എക്സ് റൈസ് ടു മൈനസ് വൺ മീൻസ് 1 by x. സോ q into q divided by 4 pi epsilon 0 into 1 by x into RB to RI. ഓക്കെ, ഡെറിവേഷൻ ശ്രദ്ധിച്ചോളാം. ദാറ്റ് ഈസ് ഈക്വൽ ടു q into q divided by 4 pi epsilon 0 into, upper limit is Ri. So 1 by Ra minus 1 by Rb. Ready? This is WAB. Then what is WAB by small q? Q divided by 4 pi epsilon 0 into 1 by Ra minus 1 by Rb. Okay, ready? What is this? Very good. This is VAB. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. Electric potential difference between 2 points. And VAB is equal to Q by 4 pi epsilon 0 into 1 by Ra minus 1 by Rb. Then VAB means VA minus VB is equal to Q divided by 4 pi epsilon 0 into 1 by Ra minus 1 by Rb. See, this is the equation for the electric potential difference between 2 points due to a source charge. ഈ ഡെറിവേഷൻ ഓർത്ത് വയ്ക്കണം. ഓക്കെ, 1 by Ra minus 1 by Rb വരണം. Okay, have you enjoyed this derivation? Yes, very good. Okay, bye, see you.